ആശങ്കയോടെ ഒരു കുടുംബം. പട്ടാമ്പിയിൽ 15-കാരിയെ കാണാതായിട്ട് 5 ദിവസം പിന്നിടുമ്പോഴും കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഡിസംബർ 30 തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ചൂരക്കുടി സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ 15 വയസ്സുകാരി ഷന ഷെറിനെ കാണാതാവുന്നത്. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കാണാതായി 5 ദിവസം പിന്നിടുമ്പോഴും ഷനയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കുട്ടിയെ കാണാതായി ഇത്രയും ദിവസമായിട്ടും കടുത്ത ആശങ്കയിലും വിഷമത്തിലുമാണ് കുടുംബം. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കുട്ടിയെ കാണാതായിട്ട് 5 ദിവസമായില്ലെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. കുട്ടീനെ കാണാനായിട്ട് ഇപ്പോഴേ ഇന്നേക്ക് ഏകദേശം ഒരു 5 ദിവസമായി. അപ്പോൾ നമ്മളെല്ലാവരും കുടുംബം, നമ്മളെ അയൽവാസികൾ, നാട്ടുകാർ, മറ്റെല്ലാവരും വളരെ അധികം വിഷമത്തിലുള്ള കാര്യത്തിലാണ്. ഇതിപ്പോൾ നമ്മൾ 1-2 ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റേ റിപ്പോർട്ടൊക്കെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 5 ടീമുകളായി 36-ലധികം പോലീസുകാരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. 5 ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ കയറിയതായിട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഉപ്പാടി ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ലഭിച്ചിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം മുഴുവൻ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കേരള വിഷൻ, പട്ടാമ്പി.